നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നഗരസഭയിലെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് റെജി വർഗീസ് മാർവൽ ഉദ്ഘാടനം ചെയ്തു. പീരുമേട്ടിൽ ചരിത്രം കുറിക്കുവാൻ വിടുതലൈ ചിരുതൈകൾ കക്ഷി സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത്. ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസിനു വേണ്ടി KSC പ്രവർത്തകർ പ്രചരണം നടത്തി. നഗരസഭ 36-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി താനാണെന്നും മറ്റു ചിലർ അവകാശവാദം ഉന്നയിക്കുന്നത് തെറ്റാണെന്നും ബിജിമോൾ തോമസ് പറഞ്ഞു. സ്വന്തം ശബ്ദത്തിൽ അനൗൺസ്മെന്റിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജോൺസൺ കറുകപ്പള്ളിലാണ് വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് മുൻ മന്ത്രി TM ജേക്കബിന്റെ മകൾ അഡ്വക്കേറ്റ് അമ്പിളി ജേക്കബ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നഗരസഭയിലെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് റെജി വർഗീസ് മാർവൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളെ അടുത്തറിയുന്നതിനും നാടിന്റെ പുരോഗതിക്കും മറ്റുമായി ഏതു തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മുഖാമുഖം പരിപാടി നടത്തിയതെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ഓരോ മുന്നണിയെയും പ്രതിനിധീകരിക്കുന്ന തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 32, 33, 34, 35 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ഈ വാർഡുകളിലെ വാർഡുകളുടെയും അതുവഴി മുനിസിപ്പാലിറ്റിയുടെയും പുരോഗതിക്കും വളർച്ചയ്ക്കും സഹായകമാകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 32-ാം വാർഡാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു വാർഡാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 32-ാം വാർഡ്. ഒരു ഡെവലപ്മെന്റൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം പുതിയൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്നാണ് പറയുന്നത്. ആ സുസ്ഥിര വികസനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറയെ കൂടി കണ്ടുകൊണ്ട് പ്രസന്റ് തലമുറയ്ക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ PHC ഉണ്ട്. ആ PHCയിൽ ഇപ്പം നിലവിൽ ഉള്ള സൗകര്യങ്ങളെ കൂടി വിപുലീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. കെട്ടിടം പണിത് കിടത്തി ചികിത്സയും കൂടി മുന്നോട്ട് വെച്ചിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഞാൻ പ്രതിദാനം ചെയ്ത വാർഡിലായിരുന്നു ഡംപിംഗ് യാർഡ് നിലനിന്നിരുന്നത്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. 32-ാം വാർഡിലെ നഗരസഭയുടെ 32-ാം വാർഡിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ ആദ്യം പറയാം, ഞാനൊരു സാധാരണക്കാരനാണ്. ഒരു 18 വർഷമായി പാർക്കട് സ്റ്റാൻഡിലെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധാരണക്കാരുടെ വീട്ടിലേക്കും കടന്ന് എല്ലാവരുടെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വാർഡിൽ എന്നെ വിജയിപ്പിച്ചാൽ എല്ലാവരുടെയും വീട്ടിലേക്ക് എനിക്ക് ചെയ്യാവുന്ന ഏത് രീതിയിലും സഹായം എത്തിക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം 33-ാം വാർഡ് എന്ന് പറയുന്നത് അമരങ്കാവ് വാർഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏത് വീട്ടിൽ വോട്ട് ചോദിച്ചു ചെന്നാലും അവർ പറയും ഞങ്ങൾക്ക് വഴിയില്ല, അല്ലെങ്കിൽ കുടിവെള്ളം എത്താൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടേതായ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. അമരങ്കാവ് വാർഡാണ് 33-ാം വാർഡ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അമരങ്കാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൈതൃക സമ്പത്താണ്. അമരങ്കാവിൽ അതിനെ സംരക്ഷിക്കാം, അമരങ്കാവിനെ സംരക്ഷിക്കാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, അത് ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിന് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ടാണ് എൻ്റെ ആദ്യത്തെ
തീരുമാനം. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. കുടിവെള്ള പദ്ധതിയാണ്. വെള്ളമില്ലാത്ത വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ നോക്കും. പിന്നെ അയൽക്കൂട്ടങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ വീടുകളിൽ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് സുകന്യാ സമൃദ്ധി യോജന വഴി ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ മത്സരിക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ 34-ാം വാർഡ്. ഇപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത്, ജയിച്ചു വന്നാൽ മുനിസിപ്പാലിറ്റിയിൽ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ആദ്യമായി ചെയ്യേണ്ടത് ഈ നാട്ടിലെ ആളുകളെല്ലാം പ്രയോജനം കിട്ടുന്ന തരത്തിൽ തൊടുപുഴ നഗരസഭയ്ക്ക് പ്രത്യേകമായി ആധുനിക തരത്തിലുള്ള ഒരു മന്ദിരം നിർമ്മിക്കണം എന്നതായിരിക്കണം ഫസ്റ്റ് ചോയ്സ് എന്ന തരത്തിലാണ് ഞാൻ കാണുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 34-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കുടിവെള്ളം ഇത് തോടാണ്. തോടിൻ്റെ ആൾക്കാർ കുളിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നേരത്തേക്ക് ആൾക്കാരെ കുളിക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയാണ് തോട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പറയുന്നത് അതൊന്ന് ശരിയാക്കി തരണം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും ഒരു സ്ഥലം വേണം. അതൊന്ന് സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംവിധാനത്തിന് ഞാൻ പ്രതിനിധി മത്സരിക്കുന്ന 35-ാം വാർഡ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വാർഡാണ്. അവിടെ ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുൻ പ്രവർത്തക അവിടെ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഏറ്റവും ആദ്യം ചെയ്യുന്നത് കുട്ടികൾക്കായിട്ട് ഒരു അംഗൻവാടിയാണ്. അംഗൻവാടിയുടെ പണി പകുതിയോളം പൂർത്തീകരിച്ചു. വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിലിരുന്ന പല കെട്ടിടങ്ങൾ മാറി വന്ന് ലാസ്റ്റ് ഞങ്ങൾ ആ വാർഡിൽ ഒരു സ്ഥലം കിട്ടുകയും അവിടെ ഫണ്ട് കിട്ടുകയും അംഗൻവാടിയുടെ പ്രവർത്തനം തുടങ്ങിയത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം മുൻകൈയെടുത്ത് ചെയ്യുന്നത് അംഗൻവാടിയുടെ ആ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലത്തെ പ്രകടന പത്രികയും സ്ഥാനാർത്ഥികൾ അവതരിപ്പിച്ചു. ആരോഗ്യകരവും ജനാധിപത്യ അധിഷ്ഠിതവുമായ ഒരു ഇടപെടലാണ് മുഖാമുഖം 2025 കൊണ്ട് ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോ ലക്ഷ്യമിട്ടത്. നമ്മുടെ വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അടുത്തറിയുന്നതിനും വാർഡിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും പുരോഗതിക്കും വികസനത്തിനും ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഈ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുമുള്ള മുന്നൊരുക്കത്തിനായിട്ടാണ് മുഖാമുഖം 2025 പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പീരുമേട്ടിൽ ചരിത്രം കുറിക്കുവാൻ വിടുതലൈ ചിരുതൈകൾ കക്ഷി സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് നെല്ലിമലയിൽ 15 വർഷക്കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ജി ബാലനെയാണ് VCK സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വാർഡിന്റെ വികസനം ലക്ഷ്യമിട്ട് ജനവിധി തേടുന്ന ബാലൻ SC/ST മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റും ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് DMC-യുമാണ്. പീരുമേട്ടിൽ ചരിത്രം കുറിക്കുവാൻ വിടുതലൈ ചിരുതൈകൾ കക്ഷി സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് നെല്ലിമലയിൽ 15 വർഷക്കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ജി ബാലനെയാണ് VCK സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവഗണനയ്ക്കെതിരെ അവകാശ പോരാട്ടത്തിനായി ജാതിമത ചിന്തകൾക്കതീതമായി നമുക്കൊരുമിക്കാം എന്ന മുദ്രാവാക്യമുയർത്തി തൊൽ തിരുമാവളകൻ രൂപം നൽകിയ രാഷ്ട്രീയ സംഘടനയാണ് വിടുതലൈ ചിരുതൈകൾ കക്ഷി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ VCK വണ്ടിപ്പെരിയാർ വേരുറപ്പിച്ചു കഴിഞ്ഞു. VCK തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനൊപ്പം ജനപ്രതിനിധി സ്ഥാനത്തുമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ VCK സാരഥികളെ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ജി ബാലനെയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് 5-ാം വാർഡ് നെല്ലിമലയിൽ ജനവിധി തേടുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. കയ്യ കട്ടി നമ്മ വായ പൊത്തി കുണിഞ്ചി നിന്നതെല്ലാം തമ്പി അന്തക്കാലം ഇപ്പൊ തോള തട്ടി വെട്ടി വറിഞ്ചി കട്ടി മീസ മുറുക്കി വിട്ട് നടപ്പതിന്തക്കാലം. കയ്യ കട്ടി നമ്മ വായ പൊത്തി കുണിഞ്ചി നിന്നതെല്ലാം തമ്പി അന്തക്കാലം. ജനങ്ങളുടെ ആവശ്യപ്രകാരം 5-ാം വാർഡിന്റെ വികസനം ലക്ഷ്യമിട്ടാണ് താൻ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നതെന്നാണ് ബാലൻ പറയുന്നത്. എൻ്റെ പേര് ജി ബാലൻ. ഞാൻ 5-ാം വാർഡിൽ മത്സരിക്കുന്ന വിടുതലൈ ചിരുതൈകൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ വാർഡിൽ യാതൊരുവിധ വികസന പ്രവർത്തനം നടക്കാത്തതിൻ്റെ ഭാഗമാണ് വിടുതലൈ ചിരുതൈ പാർട്ടിയിൽ നിന്നും ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. എൻ്റെ നാട്ടിൽ കുടിവെള്ള പ്രശ്നവും റോഡും അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പരിപാടിയും തന്നെ ഒരു വികസനവും തന്നെ ഇതുവരെ നല്ല രീതിക്ക് എത്തിച്ചേർന്നിട്ടില്ല. അപ്പം ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വിടുതലൈ ചിരുതൈ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നത്. SC/ST മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റ്
DMC എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ബാലൻ VCK എന്ന രാഷ്ട്രീയ സംഘടനയിൽ ചേർന്നത് സംഘടനയുടെ ജാതിമത ഭേദമില്ലാത്ത പ്രവർത്തന രീതി എന്ന ആശയം കണ്ടാണെന്ന് പറയുന്നു. വിടുതല ചിരുത്തകൾ പാർട്ടി ഇപ്പം ചോദ്യത്തിൽ തന്നെ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാടുമായി ബേസായി തുടങ്ങിയ പാർട്ടിയെങ്കിൽ പോലും ഇന്ന് തമിഴ്നാട് മാത്രമല്ല 5 സ്റ്റേറ്റിലാണ് ഈ പാർട്ടി ഉള്ളത്. ഒന്ന് കേരളത്തിലും മറ്റൊന്ന് നമ്മുടെ ആന്ധ്ര, തെലങ്കാന, കർണാടക ഉൾപ്പെടെയുള്ള 5 സ്റ്റേറ്റിലാണ് ഈ പാർട്ടി നിലവിൽ വേരോട്ടത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്നത്. ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി ഇല്ലായ്മയാക്കി ജനങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ എനിക്ക് തോന്നിയത് ഈ പാർട്ടിയുടെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇതൊരു സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല പാർട്ടിയാണ്. ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നല്ലൊരു പാർട്ടിയാണ് VCK എന്ന് പറയുന്ന പാർട്ടി. പിന്നെ ഈ പാർട്ടിയെക്കുറിച്ച് എല്ലാവരും ഒരു തെറ്റായ അഭിപ്രായം പറഞ്ഞു നടക്കുന്നുണ്ട്. അതായത് പാർട്ടി ഒരു ജാതീയമായ പാർട്ടിയാണെന്നും അല്ലത് ഈ പാർട്ടി തമിഴ്നാട് പാർട്ടിയാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർട്ടികളെല്ലാം തന്നെ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടതാണോ? പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ CPM കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നമ്മുടെ BJP ഉൾപ്പെടെയുള്ള 3 വലിയ പാർട്ടികൾ എന്നറിയപ്പെടുന്ന പാർട്ടികളെല്ലാം വേറെ വേറെ രാജ്യത്തിൽ അല്ലെങ്കിൽ വേറെ വേറെ സംസ്ഥാനങ്ങൾ ഉണ്ടായതാണ്. അപ്പം അവർക്ക് ഇവിടെ എൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിൽ 14 ജില്ലയിലും പ്രവർത്തനമുള്ള പാർട്ടിയാണ് വിടുതല ചിരുത്തകൾ പാർട്ടി. 10 വർഷങ്ങൾക്ക് മുൻപ് ഇതേ വാർഡിൽ ബാലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുമുണ്ട്. ജനങ്ങളുടെ ആവശ്യപ്രകാരം മത്സരിക്കുന്ന തനിക്ക് പൂർണ്ണ വിജയം പ്രതീക്ഷയാണുള്ളതെന്നാണ് ബാലൻ പറയുന്നത്. ഞാൻ വീടുകൾ കയറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതായത് നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഒരു SC വാർഡായി അത് വന്നതുകൊണ്ട് എൻ്റെ നാട്ടിൽ നിന്നും എല്ലാവരും ജനങ്ങളെല്ലാം പിന്തുണച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം മത്സരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പ്രാവശ്യം വിടുതല ചിരുത്ത പാർട്ടിയിൽ നിന്നും മെഴുകുതിരി അടയാളത്തിൽ നമ്മൾ മത്സരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വാർഡിലെ വികസനം എന്ന് പറയുന്ന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷം വലിയ തോതിൽ ഒരു വികസനം നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ വിജയം നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് നല്ല ഒരു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ ഞാൻ അവർക്കൊരു സേവകനായി നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ മത്സരരംഗത്തുള്ളത്. എന്തായാലും തന്റെ സഹസ്ഥാനാർത്ഥികൾക്കൊപ്പം VCKയുടെ മുദ്ര തോട്ടം മേഖലയിൽ പതിപ്പിക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് ബാലനും സഹപ്രവർത്തകരും. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ചെരിയാമ്പാറയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ജോഷി ജോർജ് എടാട്ട് ഒരു മികച്ച കർഷകനാണ്. കാർഷിക മേഖലയിലെ വിജയം പോലെ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിക്കുന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. പിന്നെ കോടിക്കുളം കൃഷിക്കാരുടെ മേഖലയാണ്, കൃഷിക്കാർക്കൊപ്പം, അല്ലാതെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അടിയറ പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറി സർക്കാരിൻ്റെ ശമ്പളമോ കിമ്പളമോ മേടിച്ച് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കുന്ന ജനവിഭാഗത്തിനൊപ്പം അന്തസ്സായിട്ട് നിന്ന് അവർക്കൊപ്പം നിന്ന് കാര്യങ്ങളും വികസനവും. ഞാൻ PT തോമസിനൊപ്പം നിന്ന് രാഷ്ട്രീയം പ്രവർത്തിച്ചവനാണ്. ഈ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു PWD വഴി അത് PT തോമസ് ഞങ്ങൾക്ക് തന്നതാണ്. അതാണ് പാറപ്പുഴ ഇല്ലിച്ചോട് ചാലക്കമുക്ക് റോഡ്. അത് PT തോമസിൻ്റെ സംഭാവനയാണ്. അതാണ് ഈ ചെരിയമ്പാറയുടെ അഭിമാന റോഡ്. അത് എൻ്റെ അകത്ത് എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഗുരുവായ എൻ്റെ നേതാവായ PT തോമസിൻ്റെ പ്രവൃത്തിയും ഏറ്റവും അഭിമാനകരമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുടെ റോഡ് ഹരീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ, അത് കോൺഗ്രസിൻ്റെ ഹരീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ വന്നതാണ് പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ മുകളിൽ മുടക്കിയുള്ള ഒരു ടാറിങ് വഴി. ഇതാണ് ചെരിയമ്പാറയുടെ മുഖച്ഛായ മാറ്റിയത്. ഈ 2 വഴിയും ഇതാണ് കോൺഗ്രസിൻ്റെ സംഭാവന. ആ രീതിയിലുള്ള വികസനങ്ങൾ MP ഫണ്ട്, MLA ഫണ്ട് അത് മേടിച്ച് ഈ നാടിൻ്റെ വികസനം ഏറ്റവും ഭംഗിയാക്കാനുള്ള ആർജവം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നതിലേക്ക് എനിക്കുണ്ട്. ആ വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. കോൺഗ്രസിൻ്റെ ആർജവം, UDFൻ്റെ ആർജവം ഇവിടെ ഏറ്റവും ഭംഗിയാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാണ്. ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസിന് വേണ്ടി KSC പ്രവർത്തകർ പ്രചരണം നടത്തി. തൊടുപുഴ നഗരസഭ 36ാം വാർഡ് ചുങ്കത്താണ് ബിജിമോൾ തോമസ് മത്സരിക്കുന്നത്. ഈ വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി താനാണെന്നും മറ്റു ചിലർ അവകാശവാദം ഉന്നയിക്കുന്നത് തെറ്റാണെന്നും ബിജിമോൾ തോമസ് പറഞ്ഞു.
കുഴപ്പമില്ല. മുപ്പത്തിയാറാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ഡോക്ടർ ബിജിമോൾ തോമസ്. കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ജനവിധി തേടുകയാണ്. 36-ാം വാർഡിന് തൊടുപുഴ ടൗൺ സെൻറ്റർ വാർഡാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളിയും അതുപോലെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ, ഗാന്ധി സ്ക്വയർ, മാർക്കറ്റ് തുടങ്ങി നമ്മുടെ തൊടുപുഴയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വളരെ ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് ഇവിടുത്തെ വികസന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു വാർഡാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി മുതൽ നമ്മുടെ തൊടുപുഴയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ വികസനത്തിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെ ഈ വളരെ കാഴ്ചപ്പാടോടുകൂടി മാത്രം പ്രവർത്തിച്ച് നടപ്പാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ ഈ വാർഡിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗാന്ധി സ്ക്വയറിൻ്റെ വികസനം, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങിൻ്റെ കാരണം ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത്, പാർക്കിംഗ് ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ ബിൽഡിംഗ്, പിന്നെ ഇവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങൾ, അതുപോലെ മഴക്കാലത്ത് വരുന്ന വെള്ളക്കെട്ടുകൾ, അതുപോലെ ടൈല് പാകിയ ധാരാളം വഴികളുണ്ടെങ്കിലും അതെല്ലാം പലയിടത്തും ഞാൻ വാർഡിലൂടെ വോട്ടഭ്യർത്ഥിച്ച് പോയപ്പോൾ അവർ ഓരോരോ പ്രശ്നങ്ങൾ കാണിച്ചു തരികയുണ്ടായി. അത് പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നത്തെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന ലഹരിയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ വാർഡിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ മാർക്കറ്റിൻ്റെ, അതേപോലെ ടൗണിൻ്റെ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളെല്ലാം ഓടകളുടെ ശുചീകരണം, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴയുടെ ഒരു എത്ര ഹൈടെക് സിറ്റിയായിട്ട് തൊടുപുഴ ടൗൺ മാറണമെങ്കിൽ നമ്മൾ വളരെ ശുചിത്വത്തിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കണം, വീടുകളിലെ വേസ്റ്റ് നിർമ്മാർജ്ജനം പ്രോപ്പറായിട്ട് ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ ഒറ്റപ്പെടലുകളുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ ഒരു സുരക്ഷയ്ക്കായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമുണ്ട്. എല്ലാവരും UDF മുന്നണിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം മറ്റ് വാർഡുകളിൽ മത്സരിക്കുന്ന എല്ലാ UDF കാൻഡിഡേറ്റ്സിനും വിജയിപ്പിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDF നേടിയെടുക്കണമെന്ന് നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ജനങ്ങളുണ്ടാവണം. ജനങ്ങളുടെ പിന്തുണ, എല്ലാ വോട്ടേഴ്സിനെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റി 36-ാം വാർഡ് ചുങ്കത്ത് മത്സരിക്കുന്ന ഏക UDF കാൻഡിഡേറ്റ് ഞാൻ മാത്രമാണ്. എൻ്റെ പേര് ഡോക്ടർ ബിജിമോൾ തോമസ്. മറ്റ് സ്ഥാനാർത്ഥികളുണ്ട്, UDFിൻ്റെ പാനലിലുണ്ട് എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തിലുമാണ് നമ്മൾ. അപ്പോൾ UDFിന് ഔദ്യോഗികമായിട്ടൊറ്റ സ്ഥാനാർത്ഥിയുള്ളൂ, മറ്റ് സ്ഥാനാർത്ഥികൾ ആരുമുള്ളതായിട്ട് നമുക്കറിയില്ല. ആ പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. യുവത്വത്തിനായി വോട്ട് തേടി ദീപുമോൻ T. കണ്ണമ്പുഴ. കോടിക്കൊല്ലം പഞ്ചായത്ത് ഐരാമ്പിളി വെസ്റ്റ് 13-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. ഡിസംബർ 9-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോടിക്കൊല്ലം പഞ്ചായത്തിന്റെയും ഐരാമ്പള്ളി വാർഡിന്റെയും സമഗ്ര വികസനത്തിനായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ആപ്പിൾ ചിഹ്നത്തിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ദീപുമോൻ അഭ്യർത്ഥിച്ചു. ഐരാമ്പിള്ളിയിൽ ഇത്തവണ വികസന കാഴ്ചപ്പാടിന്റെ ശൈലിയിൽ മാറ്റമുണ്ടാകും. രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ പ്രതിനിധിയായി ദീപുമോൻ കോടിക്കുളം പഞ്ചായത്ത് 13-ാം വാർഡ് ഐരാമ്പിള്ളി വെസ്റ്റിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നാട്ടിലെ പൊതുകാര്യങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. വയനാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ സഹായമെത്തിക്കാൻ യുവാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാട്ടിലെ എല്ലാ ആവശ്യങ്ങളിലും അവർക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ദീപുമോൻ നാട്ടുകാർക്ക് പ്രിയങ്കരനുമാണ്. കൂടാതെ വാർഡിലെ ഓരോ വീടും വോട്ടർമാരെ നേരിട്ടറിയാമെന്നതും തന്റെ വിജയത്തിന് മുതൽക്കൂട്ടാകും എന്ന് ദീപു വ്യക്തമാക്കി.
കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് 13 ഐരാമ്പള്ളി വെസ്റ്റിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. ആപ്പിൾ ചിഹ്നമാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിൻ്റെ സമഗ്രമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളോടൊപ്പം നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഐരാമ്പള്ളി സ്കൂളിലെ ഗ്രൗണ്ടുകൾ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുള്ള ഉറപ്പാണ് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം 1/4 നൂറ്റാണ്ടിലധികമായിട്ട് ഒരു കാറിന് കഷ്ടി കടന്നു പോകാൻ മാത്രം അവസ്ഥയിലുള്ള ഒഴാക്കോട് പാലം അതിന് വീതി കൂട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം ഈ വാർഡുകളിൽ പല ഭാഗത്തും ഏറ്റവും മോശമായിട്ടുള്ള രീതിക്ക് റോഡുകളുണ്ട്. അവയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഏറ്റവും ഗതാഗതത്തിന് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. ജനങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള പിന്തുണ ഒരുപാട് പേരിൽ നിന്ന് വാർഡിന് പുറത്തും അകത്തു നിന്നുള്ളവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് 13-ാം വാർഡിലെ നല്ലവരായ എല്ലാ വോട്ടർമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഡിസംബർ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോടിക്കുളം പഞ്ചായത്തിന്റെയും ഐരാമ്പള്ളി വാർഡിന്റെയും സമഗ്ര വികസനത്തിനായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ആപ്പിൾ ചിഹ്നത്തിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ദീപുമോൻ അഭ്യർത്ഥിച്ചു. സ്വന്തം ശബ്ദത്തിൽ അനൗൺസ്മെന്റിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജോൺസൺ കറുകപ്പള്ളിയിലാണ് വ്യത്യസ്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. പിണ്ടിമന, കോട്ടപ്പടി, നെല്ലിക്കുഴി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമാണ് നെല്ലിക്കുഴി ഡിവിഷൻ. അനൗൺസ്മെന്റ് വഴിയുള്ള അഭ്യർത്ഥന താരതമ്യേന ചിലവ് കുറഞ്ഞതും വേഗത്തിൽ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതുമാണെന്ന് സ്ഥാനാർത്ഥിയും മികച്ച ഒരു അനൗൺസർ കൂടിയായ ജോൺസൺ കറുകപ്പള്ളിയിൽ പറയുന്നു. ചൂൽ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി ഈ നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളൊരു അവസരം നൽകണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തെ സാമൂഹ്യ സേവന രംഗത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത് നോട്ടീസിൽ അഭ്യർത്ഥന അടിച്ചു നൽകിയാണ്. എന്നാൽ സ്ഥാനാർത്ഥി സ്വന്തം ശബ്ദത്തിൽ അഭ്യർത്ഥന അനൗൺസ്മെന്റായി ചെയ്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണം നടത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജോൺസൺ കറുകപ്പള്ളി. പിണ്ടിമന, കോട്ടപ്പടി, നെല്ലിക്കുഴി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമാണ് നെല്ലിക്കുഴി ഡിവിഷൻ. അനൗൺസ്മെന്റ് വഴിയുള്ള അഭ്യർത്ഥന താരതമ്യേന ചിലവ് കുറഞ്ഞതും വേഗത്തിൽ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതുമാണെന്ന് സ്ഥാനാർത്ഥിയും മികച്ച ഒരു അനൗൺസർ കൂടിയായ ജോൺസൺ കറുകപ്പള്ളിയിൽ പറയുന്നു. വോട്ടുകൾ ലഭിക്കുന്നതിന് സ്ഥാനാർത്ഥികൾ സാധാരണഗതിയിൽ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന മാർഗം എന്ന് പറയുന്നത് നോട്ടീസിൽ അച്ചടിച്ച് അഭ്യർത്ഥനകൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രായോഗികമായിട്ട് ഇന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നോട്ടീസ് അച്ചടിക്കണം, അത് ആളുകളുടെ വീടുകളിൽ എത്തിക്കണം. നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന ഒത്തിരിയേറെ ആളുകളുടെ അഭ്യർത്ഥനകൾ വീടുകളുടെ ടീപ്പോയിൽ ഇരിക്കുന്നത് കാണാം. ആളുകൾക്ക് വായിക്കുവാൻ സമയമില്ല. അങ്ങനെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ശബ്ദരൂപത്തിൽ അനൗൺസ്മെന്റ് വഴി അഭ്യർത്ഥനകൾ കൊടുക്കുക എന്നൊരു ചിന്ത വന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം നോട്ടീസ് അച്ചടിക്കുന്നതിന്റെ ചെലവ് ഭാരിച്ചതാണ്. ഇത് കൊണ്ടു കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെയാണ്. ആളുകൾ ഇതെടുത്ത് വായിക്കണം. അങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് മാറി അനൗൺസ്മെന്റ് ആണെങ്കിൽ ആളുകളുടെ കർണപഥങ്ങളിലേക്ക് ഇത് എത്തുകയും നേരിട്ട് അവരത് ഗ്രഹിക്കുകയും ചെയ്യും. ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് ഈ അഭ്യർത്ഥന എത്തിക്കാനുമായിട്ട് സാധിക്കും. താരതമ്യേന അതനുസരിച്ച് ചെലവും കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർഗത്തിലൂടെ ആളുകളിലേക്ക് അഭ്യർത്ഥന എത്തിക്കുവാനായിട്ട് ഇടയായത്. വോട്ട് അഭ്യർത്ഥിച്ച ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾ മടുത്തു തുടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുമനുസരിച്ച് ആളുകൾ വോട്ടുകൾ ചെയ്യാമെന്നും നവരാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ആം ആദ്മി പോലുള്ള പാർട്ടികളെ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറുമാണ്. അവർ വോട്ട് ചെയ്യാമെന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. അത്തരത്തിൽ നെല്ലിക്കുഴി ഡിവിഷനിൽ നിന്നും വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വോട്ടർമാരെ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു അഭ്യർത്ഥനയായി കരുതണമെന്നും അനൗൺസ്മെന്റിൽ പറയുന്നു. പൊതുസമൂഹം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ വിജയം ഉറപ്പാണെന്നും ചൂൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ജോൺസൺ കറുകപ്പള്ളിയിൽ പറഞ്ഞു. നന്നായിട്ട് വരാനായിട്ട് കേട്ടോ. വോട്ട് തരണം. അതുപോലെ റെജി ടീച്ചർക്കും വോട്ട് തന്ന് സഹായിക്കണം. രണ്ടുപേരാണ് നിൽക്കുന്നത്. 1-ാം വാർഡും 3-ഉം. കാരണം ഇത് ജില്ല, മറ്റൊരു വാർഡ്. ജില്ലയിലേക്ക് ജയിച്ചു വന്നാലും നമുക്ക് ടീമായിട്ട് വന്നാലും ജയിക്കാൻ പറ്റുള്ളൂ. എന്തൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെജി ടീച്ചറെ സഹായിക്കും. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷൈബി ജോൺസൺ വേങ്ങത്തടം. ഷൈബി ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭവന സന്ദർശനം നടത്തി. തോട്ടുങ്കര ഭാഗത്താണ് ഭവന സന്ദർശനം നടത്തിയത്.
അധ്യാപികയായിരുന്ന ഷൈബി ജോൺസൺ മുൻപ് പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഷൈബി ടീച്ചർ മത്സരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വോട്ടുകൾ അഭ്യർത്ഥിച്ച് വീടുകൾ കയറി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീച്ചറിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി എല്ലാവരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ടീച്ചറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് പ്രചരണം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മുട്ടം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. എൻ്റെ പേര് ഷൈബി ജോൺസൺ. ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കും നാട്ടുകാരുടെ നന്മയ്ക്കുമായി അക്ഷീണം പ്രയത്നിക്കും എന്ന് ഉറപ്പു തരുന്നു. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3000-ൽ പരം പ്രോഡക്റ്റുകൾക്ക് 50% ഓഫറുമായി തൊടുപുഴ വെങ്ങല്ലൂർ ബിസ്മി ഹൈപ്പർ മാർട്ടിൽ ഡിസംബർ കാർണിവൽ സെയിൽ ആരംഭിച്ചു. ക്രിസ്മസ് കേക്കുകൾക്ക് 50% വരെ ഓഫറും ബൾക്ക് പർച്ചേസിന് അഡീഷണൽ ഓഫറുകളും ഉണ്ടായിരിക്കും. ഇതോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും GST ബെനിഫിറ്റോട് കൂടിയ വലിയ സേവിങ്സും ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാത്തരം നിത്യോപയോഗ സാധനങ്ങൾക്കും 50% ഓഫറിന് പുറമെ ബൈ 2 ഗെറ്റ് 1 ഓഫറുകൾ, ബൈ 1 ഗെറ്റ് 1 ഓഫറുകൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 70% വരെ ഓഫറുകളുമടക്കം 4000-ഓളം പ്രോഡക്റ്റുകളാണ് ഈ ഡിസംബറിൽ ഓഫർ സെയിലിനുള്ളത്. കൂടാതെ ക്രിസ്മസ് കേക്കുകൾക്ക് 50% വരെ ഓഫറും ബൾക്ക് പർച്ചേസിന് അഡീഷണൽ ഓഫറുകളും ഉണ്ടായിരിക്കും. ഇതോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും GST ബെനിഫിറ്റോട് കൂടിയ വലിയ സേവിങ്സ് ലഭ്യമാക്കിയുമാണ് ബിസ്മി ഈ ക്രിസ്മസ് ഷോപ്പിങ്ങിനെ കൂടുതൽ ലാഭകരമാക്കുന്നത്. ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനോടൊപ്പം 4000-ഓളം കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. തൊടുപുഴ നഗരസഭ 9-ാം വാർഡ് വെട്ടേനാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മേഴ്സി ജോയി വാർഡിലെ വിവിധ ഇടങ്ങളിൽ സമ്മതിദായകരോട് വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആരോഗ്യ മേഖലയിൽ ജനസേവനം നടത്തിയതിന്റെ കരുത്തുമായാണ് മേഴ്സി മത്സര രംഗത്ത് എത്തിയിട്ടുള്ളത്. നാടിന് ഗുണകരമായ സേവനം ഉറപ്പുവരുത്തുവാൻ താൻ പ്രതിജ്ഞാബദ്ധയാണെന്ന് മേഴ്സി പറഞ്ഞു. തൊടുപുഴ നഗരസഭ 5-ാം വാർഡിൽ 2 മുൻ ചെയർമാൻമാർ ഏറ്റുമുട്ടുന്നു. UDF-ലെ K. ദീപകും
LDFിലെ രാജീവ് പുഷ്പാങ്കദനും NDA സ്ഥാനാർത്ഥിയായി അജയ് ഉണ്ണിയും മത്സരിക്കുന്നുണ്ട്. മൂവരും വിജയപ്രതീക്ഷയിലാണ്. നഗരസഭ കൗൺസിൽ ചെയർമാനും മാറുകയും അങ്ങനെ ചെയർമാൻ സ്ഥാനത്ത് എനിക്ക് വരാനൊരു അവസരം ലഭിക്കുകയുണ്ടായി. ആ കിട്ടിയ അവസരം കൊണ്ട് തൊടുപുഴ നഗരസഭയിൽ 6 മാസക്കാലമാണ് എനിക്ക് ചെയർമാൻ സ്ഥാനത്തൊരു കാലാവധി കിട്ടിയിട്ടുള്ളത്. ആ 6 മാസക്കാലം കൊണ്ട് ഏതാണ്ട് 6-7ഓളം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അത് നടപ്പിലാക്കുന്നതിന് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, അത് നമുക്കറിയാം എത്രയോ വർഷങ്ങളായി അതിൻ്റെ കെട്ടിടം പണി പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കാനായി ഇട്ടിരിക്കുന്നു. പക്ഷേ അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ കഴിഞ്ഞ 6 വർഷക്കാലമായി സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. കാരണം അവിടെ ഫയർ NOC ലഭ്യമല്ലായിരുന്നു, വാട്ടർ ടാങ്ക് ലഭ്യമല്ലായിരുന്നു, അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ സംവിധാനം ഇതൊന്നും അവിടെ സജ്ജീകരിച്ചിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടെ നടപ്പിലാക്കാനും അതുപോലെ തന്നെ സ്റ്റാൻഡിൽ കയറി വരുന്ന വാഹനങ്ങൾക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുമ്പിലേക്ക് കടന്നു നിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി ഷോപ്പിംഗ് കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള വരാന്തയിൽ ഇരിക്കുന്നതിനുമൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് സാധിച്ചു. PT തോമസ് ശരീരനായ മുൻ MP PT തോമസിൻ്റെ പേരിൽ അത് PT തോമസ് മെമ്മോറിയൽ മുനിസിപ്പൽ ലൈബ്രറി എന്ന് നാമകരണം ചെയ്ത് അത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ അനുവദിച്ച 3 വെൽനസ് സെൻ്ററുകൾ, ആ 3 വെൽനസ് സെൻ്ററുകളിൽ ഒരെണ്ണം ഞാൻ പ്രതിനിധാനം ചെയ്ത വാർഡായ 3-ാം വാർഡിൽ കൊണ്ടുവരുന്നതിന് നഗരസഭയിൽ കടുത്ത നിലപാടുകൾ എടുത്ത് അതവിടെ സ്ഥാപിക്കുന്നതിന് എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രം അവിടെ വേണം എന്നുള്ളത് ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും വളരെ മോശമായൊരു രീതിയിലാണ് കാണുന്നത്. പലപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കണം. റോഡുകൾ, എത്രയോ റോഡുകൾ ഇനിയും ടാർ ചെയ്യേണ്ടതുണ്ട്, ടൈലിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓടകളൊന്നും സ്ലാബില്ലാതെ അതുപോലെ വെള്ളമൊഴുക്കില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പം അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അതുപോലെ വെള്ളക്കെട്ട്, പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്, അവിടെയൊക്കെ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യം കൂടി കൃത്യതയോടുകൂടി ചെയ്യണം. അതുപോലെ കാർഷിക മേഖലയിലാണേലും പാടശേഖരങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൃഷി ചെയ്യുന്നതിന് കുടുംബശ്രീക്കാർക്കൊക്കെ അവസരങ്ങൾ നൽകി നിരവധിയായ വായ്പാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. മാത്രമല്ല വാർഡിലുള്ള ആളുകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ സമഗ്രമായ ഒരു വികസനം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയട്ടെ. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തൊടുപുഴ നഗരസഭയിൽ 5-ാം വാർഡിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ്. നമുക്കറിയാം 5-ാം വാർഡ് മുൻപ് ഞാൻ ഈ വാർഡിലെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഈ വാർഡിനെ മാതൃകാപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ആ കാലത്ത് ഞാനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ വാർഡിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തൊടുപുഴ നഗരസഭയുടെ വെറും 28 കുട്ടികൾ മാത്രമായിട്ടുണ്ടായിരുന്ന സ്കൂളിനെ തൊടുപുഴയിൽ തന്നെ ഇടുക്കി ജില്ലയിലെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി 400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു നിലയിലേക്ക് ഒരു മോഡൽ സ്കൂളായി വളർത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ മേഖലയിൽ തൊടുപുഴ നഗരസഭയുടെ പ്രധാനപ്പെട്ട വെങ്ങല്ലൂർ മേഖലയിൽ നിന്ന് ധാരാളം വികസനം, 4 വരിപ്പാത അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ കാലഘട്ടത്തിൽ ചെയർമാൻ എന്നുള്ള നിലയിൽ തൊടുപുഴ നഗരസഭയുടെ സമഗ്രമായ വികസനത്തിന് എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം തൊടുപുഴയിൽ ഇനിയും ധാരാളം വികസനം, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന തൊടുപുഴയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുവാനുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുള്ള ഒരു നല്ല കൗൺസിൽ വരുന്ന ഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ തൊടുപുഴ നഗരസഭയിൽ ശ്രദ്ധിക്കപ്പെടുന്ന 4 വരിപ്പാത, പാർക്ക്, അതേപോലെ തന്നെ മറ്റ് ബൈപ്പാസുകൾ, അതേപോലെ തന്നെ മറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള
പ്രവർത്തനങ്ങൾക്ക് ആ ഘട്ടത്തിൽ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളുടെ ഒരു അനുഭവ സമ്പത്തും ആണ് നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വരും വർഷങ്ങളിൽ തൊടുപുഴ നഗരസഭയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായ തൊടുപുഴയെ വാർത്തെടുക്കുന്നതിൽ എൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. 5-ാം വാർഡിൽ നിന്ന് ഞാൻ ജീപ്പ് അടയാളത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളേവരുടെയും സഹായ സഹകരണമുണ്ട്. എന്നെ ജീപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് മുൻ മന്ത്രി TM ജേക്കബിന്റെ മകൾ അഡ്വക്കേറ്റ് അമ്പിളി ജേക്കബ് പറഞ്ഞു. മൂലമറ്റ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സജി P. ജോസിന്റെ കുടയത്തൂർ മണ്ഡല പര്യടന സമാപന സമ്മേളനത്തിൽ കാഞ്ഞാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമ്പിളി ജേക്കബ്. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ നിസാർ അധ്യക്ഷത വഹിച്ചു. കലയന്താനി സെന്റ് മേരീസ് ദേവാലയത്തിൽ അമലോത്ഭവ തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് പ്രദക്ഷിണം നടന്നു. ഇളന്തേശ ഭാഗത്തു നിന്നും പള്ളിയിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിന് കൺവീനർ ബേബി കുട്ടിൽ നേതൃത്വം നൽകി. ചെണ്ട ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി ഭക്തജനങ്ങൾ അണിനിരുന്നു. ഇതോടൊപ്പം ഇടവകാംഗമായ കുഴിമാക്കൽ ഷാജി നയിച്ച കാനായിലെ കല്യാണത്തിന്റെ സ്മരണ ഉണർത്തുന്ന നിശ്ചല ദൃശ്യം കാണികൾക്ക് വിസ്മയമായി. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിലെ കുർബാന, സന്ദേശം, നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് കൂനാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നഗരസഭയിലെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് റെജി വർഗീസ് മാർവൽ ഉദ്ഘാടനം ചെയ്തു. പീരുമേട്ടിൽ ചരിത്രം കുറിക്കുവാൻ വിടുതലൈ ചിരുതൈകൾ കക്ഷി സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത്. ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസിന് വേണ്ടി KSC പ്രവർത്തകർ പ്രചരണം നടത്തി. നഗരസഭ 36-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി താനാണെന്നും മറ്റു ചിലർ അവകാശവാദം ഉന്നയിക്കുന്നത് തെറ്റാണെന്നും ബിജിമോൾ തോമസ് പറഞ്ഞു. സ്വന്തം ശബ്ദത്തിൽ അനൗൺസ്മെന്റിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജോൺസൺ കറുകപ്പള്ളിയിലാണ് വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് മുൻ മന്ത്രി TM ജേക്കബിന്റെ മകൾ അഡ്വക്കേറ്റ് അമ്പിളി ജേക്കബ് പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.